മിസോറാമിൽ നിന്നും സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ്. നമുക്കറിയാം, മിസോറാം എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ്. മണിപ്പൂരും മിസോറാമും എല്ലാം അശാന്തമാണ്. അവിടെ BJP ഇനി വിജയിക്കില്ല എന്ന് പറഞ്ഞവർക്ക് വലിയ തിരിച്ചടിയായി ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നു. മിസോറാം വില്ലേജ് കൗൺസിൽ ഇലക്ഷന്റെ റിസൾട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൽ ഒരു മാധ്യമം പോലും ഈ റിസൾട്ടിനെ കുറിച്ച് ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഈ റിസൾട്ടിൽ BJP തൂത്തുവാരിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പതിവ് പോലെ വട്ടപൂജ്യം തന്നെയാണ്. അവിടെ ഡൽഹിയിലും പൂജ്യമായിരുന്നു, ഹരിയാനയിലും പൂജ്യമായിരുന്നു. ഇപ്പോൾ മിസോറാമിൽ പോലും അവർ വട്ടപൂജ്യമായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വില്ലേജ് കൗൺസിലിൽ BJPക്ക് 64 വില്ലേജ് കൗൺസിലുകൾ കിട്ടിയിരിക്കുന്നു. കോൺഗ്രസിന് 3 പൂജ്യമാണ്. ഇത്തവണ 2 പൂജ്യമല്ല 3 പൂജ്യമാണ്. 0-0-0. എന്തായാലും MNFന് 8 വില്ലേജ് കൗൺസിലുകളിലും ZPMന് 12 വില്ലേജ് കൗൺസിലുകളും INDക്ക് 2 വില്ലേജ് കൗൺസിലുകളും ലഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ BJPക്ക് 64 വില്ലേജ് കൗൺസിൽ അവിടെ ലഭിച്ച ഞെട്ടലാണ് മറ്റു പാർട്ടികളെല്ലാം നമ്മൾ എടുത്തു പറയേണ്ടി വരും. സീറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ BJPക്ക് 364 സീറ്റാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് വെറും 2 സീറ്റുകൾ മാത്രമാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. ഒരു വില്ലേജ് കൗൺസിൽ പോലും ലഭിച്ചിട്ടില്ല. ZPMന് 83 സീറ്റ്, MNFന് 46 സീറ്റ്, സ്വതന്ത്രർക്ക് 21 സീറ്റാണ് മിസോറാമിൽ ലഭിച്ചിരിക്കുന്നത്. 364 സീറ്റാണ് അവിടെ BJPയുടെ അടുത്തെത്താൻ പോലും ഒരു പാർട്ടിക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു സമയത്ത് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ ഗതിയാണിത്. 2 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. 364 സീറ്റുമായി BJP അവിടെ നിൽക്കുമ്പോൾ അതേസമയം 64 വില്ലേജ് കൗൺസിലുകൾ BJP പിടിച്ചെടുത്തു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. ഇനി മിസോറാമിന്റെ ഡെമോഗ്രഫി നമ്മൾ നോക്കുകയാണെങ്കിൽ 87% ക്രിസ്ത്യാനികളാണ് മിസോറാമിലുള്ളത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. BJP ഹിന്ദു പാർട്ടിയാണെന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനത്ത് 87% ക്രിസ്ത്യാനികളുള്ള ഒരു സംസ്ഥാനത്ത് അവിടെ BJP വിജയിച്ച് കയറുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. 2% ഹിന്ദുക്കളും 2% മുസ്ലിങ്ങളും 8.5% ബുദ്ധിസ്റ്റുകളുമാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വമ്പൻ വിജയം, വലിയ വിജയം. ഈ വിജയത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മിസോറാമിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.